നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പ് KPCCയുടെ പ്രസിഡന്റിനെ മാറ്റുമെന്നാണ് ഏറ്റവും പുതിയതായി വരുന്ന വാർത്തകൾ. അതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ചർച്ച പുരോഗമിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. പക്ഷെ കുറച്ച് നാളുകളായി തന്നെ ഈ ചർച്ചകൾ ഉണ്ടല്ലോ. പുതിയ പ്രസിഡന്റ് ഒരു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കേരളത്തിൽ പ്രസിഡന്റിനെ മാറ്റണം എന്ന രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് സുധാകരൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തിന് കേരളത്തിലുടനീളം ഓടിയെത്താൻ കഴിയുന്നില്ലെന്ന് പറയുമ്പോഴും അദ്ദേഹം മാറാൻ തയ്യാറല്ല. തീർച്ചയായിട്ടും കുറേ നാളുകളായി കോൺഗ്രസിൽ അതൃപ്തി പുകയുകയാണ് KPCC പ്രസിഡന്റിനെ ചൊല്ലി. നമ്മളത് തെരഞ്ഞെടുപ്പിന് മുമ്പും കണ്ടതാണ്. ഈവൻ കണ്ണൂർ സുധാകരന് സീറ്റ് നിഷേധിക്കുന്ന തരത്തിലേക്ക് വരെ ചർച്ചകൾ ചെന്നെത്തി എന്നാണ് അന്ന് ലഭ്യമായ സൂചന. പക്ഷേ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സുധാകരൻ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി. അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായി, കൃത്യമായിട്ട് ഒരു വർഷം തികയുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് സുധാകരനെ 2 or 3 തവണ മാറ്റാൻ ചില കോണുകളിൽ നിന്ന് ചില ശ്രമങ്ങൾ ഉയർന്നിരുന്നു. പക്ഷെ അതിനെല്ലാം സുധാകരൻ അതിജീവിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. പൊതുവെ KPCC പ്രസിഡന്റ് K. സുധാകരനോട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. സുധാകരൻ്റെ പോക്ക് ശരിയല്ല, സുധാകരൻ പ്രതിപക്ഷ നേതാവുമായിട്ട് സഹകരിക്കുന്നില്ല തുടങ്ങിയ നിരവധി ആക്ഷേപങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയരുന്നത്. എന്തൊക്കെയായാലും ശരി, സുധാകരനെ പിന്തുണച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പെന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ ചില മുതിർന്ന നേതാക്കൾ, വളരെ മുതിർന്ന നേതാക്കൾ, ഇന്നൊരു പക്ഷേ അടുത്തൂൺ പറ്റി വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്ന നേതാക്കൾ ഉൾപ്പെടെ കോൺഗ്രസ്സിലെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ സുധാകരന് വേണ്ടി രംഗത്തിറങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. എന്തായാലും സുധാകരൻ തനിക്ക് താൻ പോന്ന ഒരു നേതാവാണ് എന്ന് തെളിയിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. നമുക്കറിയാം, അദ്ദേഹം KPCC പ്രസിഡൻ്റായിട്ട് വരുമ്പോൾ കോൺഗ്രസ് കടുത്ത സംഘടനാ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംഘടനാ ദൗർബല്യം നേരിടുന്ന ഒരു സാഹചര്യമായിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രന് ശേഷം അത് നമ്മുടെ VM സുധീരനിൽ തുടങ്ങി, അത് പടിപടിയായിട്ട് കോൺഗ്രസ് സംഘടനയുടെ ദൗർബല്യം കൃത്യമായിട്ടും പാർട്ടിയെ ബാധിച്ചിരുന്നു. ആ ബാധിച്ചതിൽ നിന്ന് ഒരു മാറ്റം നമ്മൾ കാണുന്നത് K. സുധാകരൻ വന്നപ്പോഴാണ്. K. സുധാകരൻ സംഘടനയുടെ തലപ്പത്തെത്തിക്കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ടും ആദ്യം കൊടുത്ത ഒരു മെസ്സേജ്, ഒരു സന്ദേശം, ആരായാലും ശരി അടിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ളതായിരുന്നു. അതായത് കോൺഗ്രസ് എന്ന സംഘടനയെ ഒരു സെമി കേഡർ ആക്കി മാറ്റാൻ സുധാകരൻ വളരെയധികം പരിശ്രമിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, പണ്ട് അദ്ദേഹം കണ്ണൂരിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് CPM-നോട് അടിച്ചു നിന്നതെന്നുള്ളത് ചരിത്രമാണ്. അന്ന് സുധാകരൻ ഇല്ലായിരുന്നെങ്കിൽ കണ്ണൂരിൽ കോൺഗ്രസ് സമ്പൂർണ്ണമായിട്ടും അസ്തമിച്ചു പോകുമായിരുന്നു. അവിടെ നിന്ന് കോൺഗ്രസ്സിനൊരു അഡ്രസ്സ് ഉണ്ടാക്കി കോൺഗ്രസിൻ്റെ കൊടി താഴാതെ ഉയർത്തി പിടിച്ചത് K. സുധാകരൻ തന്നെയാണ്. അതിന് അദ്ദേഹം വലിയ വില കൊടുക്കേണ്ടി വന്നു. അദ്ദേഹം ഗുണ്ടാ നേതാവാണെന്നുള്ള പേര് കേട്ടു, നിരവധി കേസുകളിൽ പ്രതിയായി, ഒക്കെ നമുക്കറിയാം. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടായുസത്തിന് അതേ നാണയത്തിൽ മറുപടി പറഞ്ഞുകൊണ്ട് സുധാകരനോടൊപ്പം നിന്ന് 5-ലധികം പേരെയാണ് CPM കൊലപ്പെടുത്തിയിരിക്കുന്നത്. അത് നിരവധി കൊലപ്പെടുത്തൽ മാത്രമല്ല, സുധാകരൻ തന്നെ എത്ര തവണ ആക്രമണത്തിന് ഇരയായി, എല്ലായിടത്തുനിന്നും തലനാഴിഴയ്ക്ക്, പലപ്പോഴും മരണത്തിൽ നിന്ന് തലനാഴിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സുധാകരൻ കൃത്യമായിട്ടും അതേ നാണയത്തിൽ CPM-ന് മറുപടി കൊടുക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് കണ്ണൂർ രാഷ്ട്രീയം കലുഷിതമായത്. ഇവിടെ BJP RSS നേതാക്കളെ തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു പദ്ധതി CPM-നുണ്ട്. അത് അവരും പ്രതിരോധം തീർക്കാൻ തുടങ്ങിയതോടുകൂടി സംഘർഷം മൂർച്ഛിച്ചു. ഇപ്പുറത്ത് കോൺഗ്രസുമായിട്ടും അതുപോലെ തന്നെ CPM കടുത്ത സംഘർഷത്തിൽ ഏർപ്പെട്ടു. അവിടെയും സുധാകരൻ പാറ പോലെ ഉറച്ചു നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നേരിട്ടു. അതുകൊണ്ടാണ് ഇപ്പോഴും കണ്ണൂരിൽ കോൺഗ്രസിൻ്റെ അഡ്രസ്സ് ബാക്കി നിൽക്കുന്നത്. എന്തായാലും ശരി, അങ്ങനെ അതിലൂടെ വളർന്നു വന്ന ഒരു നേതാവാണ്
കെ സുധാകരൻ. അതായത് സമരത്തിനായാലും ശരി, അതുപോലെ ഈ സംഘർഷത്തിനായാലും ശരി, താൻ ഒട്ടും മോശക്കാരനല്ല എന്ന് തെളിയിച്ച ഒരാളാണ് സുധാകരൻ. ആ സുധാകരൻ ഒരിക്കലും ഈ ഇപ്പോൾ കാണുന്ന ഈ ഉമ്മാക്കിയൊക്കെ കാണിച്ചാൽ ആ സുധാകരൻ പേടിക്കില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. എന്തായാലും ശരി, സുധാകരന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് വാസ്തവം. അതോടൊപ്പം തന്നെ മറ്റൊരു ചർച്ച ഈ ക്രൈസ്തവരുമായി ബന്ധപ്പെട്ടാണ്. BJP-യിലേക്ക് ക്രൈസ്തവരുടെ വലിയ ഒഴുക്കുണ്ട്. അവരെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ BJP ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ BJP-യിലേക്ക് ഒരു വലിയ ഒഴുക്കുണ്ടാവുകയാണെങ്കിൽ നഷ്ടമാകുന്നത് കോൺഗ്രസ്സാണ്. അപ്പോൾ അത് പരിഹരിക്കാനായി KPCC-യുടെ പ്രസിഡന്റായ ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഏതെങ്കിലും നേതാവിനെ എത്തിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ സുധാകരനെ ഒഴിവാക്കുന്നു എന്നതും ചർച്ചയാകുന്നുണ്ട്. ആന്റോ ആന്റണിയുടെയും സണ്ണി ജോസഫിൻ്റെയൊക്കെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഈ നഷ്ടപ്പെടുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ തിരിച്ചു പിടിക്കാം എന്ന് കോൺഗ്രസ് കരുതേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഏതെങ്കിലും ഒരു നേതാവിൻ്റെ കുഴപ്പം കൊണ്ടോ ഒരു നേതാവിനെ ചൊല്ലിയോ അല്ല ഈ ക്രിസ്ത്യൻ വോട്ടുകൾ BJP-യിലേക്ക് പോകുന്നത്. അതൊരു ഇഷ്യൂ ബേസ്ഡാണ്. അതിനൊരു കാരണമുണ്ട്. ആ കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ വിഭാഗത്തെ പരിപൂർണമായിട്ടും ഈ LDF UDF മുന്നണികൾ കൈയൊഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ തെളിവായി അവർ ഉയർത്തിക്കാട്ടുന്നത് മുനമ്പം വിഷയമാണ്. വലിയ തോതിൽ ഈ മുസ്ലിം പ്രീണനത്തിന് LDF-ഉം UDF-ഉം, അതായത് LDF-നെ നയിക്കുന്ന CPM-ഉം UDF-നെ നയിക്കുന്ന കോൺഗ്രസും വഴിവിട്ട് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. മുസ്ലിം പ്രീണനമാണ് രണ്ടു കൂട്ടരുടെയും പ്രധാന അജണ്ട. ഇത് കേരളത്തിലെ ഹൈന്ദവരെ പോലെ തന്നെ ക്രൈസ്തവരെയും വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് അവരുടെ കാര്യങ്ങൾ, ഈ ക്രൈസ്തവ വിഭാഗങ്ങൾ നമുക്കറിയാം, വിവിധ സഭകളുണ്ട്. റോമൻ കാത്തലിക് ഉണ്ട്, ലത്തീൻ കാത്തലിക് ഉണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, ജാക്കോബൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ബാപ്റ്റിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്. ഇവരെല്ലാവരും, ഈ ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, പെന്തക്കോസ്തുകാരുണ്ട്. അവരെല്ലാവരും തന്നെ വലിയ തോതിൽ ഈ മുസ്ലിം, ഈ പ്രത്യേകിച്ചും വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ വലിയ ഭീഷണിയാണ് നേരിട്ടത്. അത് അവരെ സംബന്ധിച്ച് ഒരു പുനർവിചിന്തനത്തിന് കാരണമായി. ഇനി കോൺഗ്രസിൻ്റെ കൂടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ ഇഷ്യൂവിനെ ബേസ് ചെയ്ത് വലിയ തോതിൽ ക്രൈസ്തവ വോട്ട് BJP-യിലേക്ക് പോകും എന്നുള്ളത് തീർച്ചയാണ്. അതിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ തൃശ്ശൂരിൽ കണ്ടത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് കൃത്യമായിട്ടും അവിടെ RSS കേഡർ വോട്ടുണ്ട്, BJP വോട്ടുണ്ട്, അതുപോലെ തന്നെ അല്ലാതെയുള്ള ഹിന്ദു വോട്ട്, നായർ ഈഴവ വോട്ടുകളെല്ലാം സുരേഷ് ഗോപിക്ക് കിട്ടി. കൂടെ നല്ലൊരു വിഭാഗം ക്രിസ്ത്യാനികളുടെ വോട്ടും കിട്ടി. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 3.25 ലക്ഷത്തിലേക്ക് ഉയർന്നത്. ഏതാണ്ട് 76,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചത്. അതൊരു ചെറിയ കാര്യമല്ല, അതൊരു സൂചനയാണ്. അത് വളരെ കൃത്യമായിട്ട് കോൺഗ്രസ്സിന് മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ഈ KPCC പ്രസിഡൻറ്റിനെ ആ സ്ഥാനത്തേക്ക് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ക്രിസ്തുമത വിശ്വാസിയായ ഒരാളെ കൊണ്ടുവരാൻ നീക്കം നടത്തുന്നത്. പക്ഷെ അത് തൊലിപ്പുറത്തുള്ള ചികിത്സയാണ്, അത് ആഴങ്ങളിലുള്ള ചികിത്സയല്ല. അത് കോൺഗ്രസ്സിന് ഗുണം ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഇഷ്യൂ ഇവിടെ പരിഹരിക്കാതെ കിടക്കുന്നു. ഈ മുസ്ലിം ഭീഷണി അത് വെറും ഒരു ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാൻ സാധിക്കില്ല. വളരെ കൃത്യമായിട്ട് കുറച്ചുകൂടെ ആഴങ്ങളിൽ പറഞ്ഞാൽ ലവ് ജിഹാദ് പോലെയുള്ള വിഷയത്തിൽ നിരവധി ക്രിസ്ത്യൻ പെൺകുട്ടികൾ മുസ്ലിം ചെറുപ്പക്കാരെ പ്രണയിച്ച് മതം മാറി വിവാഹം കഴിച്ചു പോകുന്നു. അതൊരു വലിയ ഭീഷണിയാണ്. അതുപോലെ അത്തരം ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം കൂട്ടാൻ ശ്രമിച്ചാലും ഈ മുസ്ലിം ലീഗിന്റെ സ്വാധീനം കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ്. മുസ്ലിം ലീഗിനെ പിണക്കിക്കൊണ്ട് മലബാർ മേഖലയിലെല്ലാം കോൺഗ്രസിന് വലിയ ഉപകാരമാണെങ്കിലും മധ്യ തിരുവിതാംകൂറിലും മധ്യ കേരളത്തിലും അതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിലും വരുമ്പോൾ ക്രൈസ്തവർ ഈ മുസ്ലിം ലീഗിന്റെ ശല്യം കാരണമാണ് BJP-യിലേക്ക് CPM-യിലേക്ക് പോകുന്നത് കാഴ്ച നാം 2021 കണ്ടത്. അതായത് ഇതിപ്പോൾ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ലവ് ജിഹാദ് മാത്രമല്ല, പാലാ ബിഷപ്പ് തന്നെ നേരിട്ട് പറഞ്ഞതാണ് നാർക്കോട്ടിക് ജിഹാദ്. അപ്പോൾ അത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ കോൺഗ്രസ്സിന് പറ്റുന്നില്ല. എന്നാൽ അത് BJP-ക്ക് പറ്റുന്നുണ്ട്. BJP അത്തരം വിഷയങ്ങളെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് കോൺഗ്രസ് കാടടച്ച് വെടിവെച്ച് അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആശങ്ക ചെറുതല്ല.
അതുകൊണ്ട് തന്നെ അവർ അക്കാര്യത്തിൽ വളരെ കൃത്യമായൊരു നിലപാടെടുത്തിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം മുൻനിർത്തി വേണം സുധാകരൻ്റെ മാറ്റത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ. സുധാകരൻ പറഞ്ഞത് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, പോകാൻ പറഞ്ഞാൽ പോകും എന്ന് വെച്ചാൽ എനിക്കിതൊന്നും വിഷയമല്ല, എനിക്കൊരു അജണ്ടയുണ്ട്, ഞാൻ അതിനനുസരിച്ച് മുന്നോട്ട് പോകും. എന്നോട് മാന്യമായി പെരുമാറിയാൽ ഞാനും മാന്യമായി പെരുമാറും. മര്യാദയ്ക്ക് എന്നെ ഇവിടെ നിർത്തിയാൽ ഞാനിവിടെ നിന്ന് വേണ്ടതൊക്കെ ചെയ്യും. ഇല്ലെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് എൻ്റെ പാട്ടിന് പോകും. അദ്ദേഹം മുമ്പും പറഞ്ഞല്ലോ, എനിക്ക് BJP-യിലേക്ക് പോകാൻ ആരുടെയും ചീട്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞല്ലോ. വളരെ കൃത്യമാണ് സുധാകരൻ. ഇടയ്ക്കൊരു കാലത്ത് അദ്ദേഹം BJP-യിലേക്ക് പോകും എന്നൊരു വാർത്ത പോലും കേട്ടിരുന്നു. എന്തായാലും ഈ KPCC പ്രസിഡന്റിനെ മാറ്റാൻ ഉള്ള ഈ നീക്കം കോൺഗ്രസ്സിന് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്തേക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.